ഹായ് ഹലോ. ഈ പെട്ടിനെ നമുക്കൊരു കുഞ്ഞ് അലമാരയാക്കിയാലോ? പിന്നെ നമ്മുടെ ഗിവ് അവേന്റെ റിസൾട്ട് അറിയണ്ടേ? അപ്പൊ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടോ. ഇതിനിടയ്ക്ക് ഞാൻ ഗിവ് അവേന്റെ റിസൾട്ട് കൂടി പറയുന്നതായിരിക്കും. അപ്പൊ ഈ ഗിവ് അവേയിൽ ആര് വിന്നർ ആയാലും മറ്റുള്ളവരൊന്നും വിഷമിക്കരുത്. നമ്മുടെ ഫസ്റ്റ് ഗിവ് അവേ ആണിത്. ഇനിയും ഗിവ് അവേസ് വരും. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറച്ച് പേരൊക്കെ ഞാൻ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്ത അവർക്കൊക്കെ ഒരു 50K ഒക്കെ ആകുമ്പോൾ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. ഇത് പെട്ടെന്ന് നടക്കുമെന്ന് എനിക്കറിയില്ല. ഈ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നതിന്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ക്രാഫ്റ്റ് ചാനൽ ആയതുകൊണ്ട് തന്നെ കൂടുതലും കാണുക കുട്ടികളായിരിക്കും. കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത് കമന്റ് ഇട്ടിട്ടുള്ളതും ചെറിയ കുട്ടികളൊക്കെ ആണെന്നാണ് തോന്നുന്നത്. അപ്പൊ സർപ്രൈസ് ആയിട്ട് ഒരു ഗിഫ്റ്റ് കിട്ടുന്നത് ആർക്കും ഇഷ്ടമില്ലാത്ത അല്ലേ? പിന്നെ ഈ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഏതെങ്കിലും ഒരു ഗിവ് അവേയില് ഉൾപ്പെട്ടതോ ഒന്നും അല്ല കേട്ടോ. അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുക്കുന്നേ. അതവിടെ നിൽക്കട്ടെ. ഞാൻ ഈ ചെയ്യുന്ന കണ്ടോ, ഇങ്ങനെ നമ്മൾ അളവെടുത്താലുണ്ടല്ലോ നമുക്ക് പ്രത്യേക സ്കെയിൽ വെച്ച് അളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഉള്ളിലേക്ക് വെക്കാൻ വേണ്ടിയുള്ള പേപ്പറിനെയാണ് ഈ ഒരു രീതിയിൽ അളവെടുത്തിട്ടുള്ളത്. ഈ കുഞ്ഞലമാര ശരിക്കും നല്ല ഉപകാരപ്രദമായിരിക്കും എനിക്ക്. കാരണം കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഒളിപ്പിച്ചു വെക്കാലോ എന്ന് പറഞ്ഞ എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവിടെ ഒരു കുഞ്ഞു ചെക്കനുണ്ട്. എന്റെ ടേബിളിൽ എന്ത് ചെറിയ സാധനം കണ്ടാലും പിന്നെ അത് അവന് വേണം. കൊടുത്തില്ലേ പിന്നെ കരച്ചിലായി പീച്ചലായി. അതിനേക്കാളും നല്ലത് നമുക്ക് ഇതിങ്ങനെ ഒളിപ്പിച്ചു വെക്കുന്നില്ലേ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഡോറൊക്കെ ഉള്ള ഒരു അലമാര തന്നെ അങ്ങ് സെറ്റ് ചെയ്തത്. അധികം ആർഭാടമൊന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടാ. അതുകൊണ്ട് നമ്മൾ A4 കട്ട് ചെയ്തെടുത്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അല്ലാണ്ട് ലേസ് ഇല്ലാത്തതുകൊണ്ടൊന്നും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ നമുക്ക് അത്രേ ആവശ്യമുള്ളൂ. പിന്നെ ഇത്രയും സാധനങ്ങളൊക്കെ എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കുമല്ലോ. നമ്മുടെ അലമാരയുടെ ഡോറ് തുറക്കാനായിട്ട് ഒരു കുഞ്ഞ് അടപ്പ് കൂടി ഞാൻ ഇതുപോലെ അങ്ങ് വെച്ചു കൊടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ അത് വലിച്ചു പിടിച്ച് ഡോറ് തുറക്കാൻ നിന്നാലേ അടർന്നിങ്ങ് പോരും. ഇതിന്റെ മേലെ ഒരു കുഞ്ഞ് കണ്ണാടി ഒട്ടിച്ചു വെച്ചാലോ എന്ന് വിചാരിക്കുമ്പോഴത്തേക്കതാ അതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റിക്കർ ഇത്രയും വെച്ച് സ്റ്റോപ്പ് ചെയ്യാനാ ഉദ്ദേശിച്ചത്. പിന്നെ എന്തോ ഒരു ഒഴിഞ്ഞു കിടക്കുന്നത് പോലെ, അതുകൊണ്ട് കുറച്ച് ഹാർട്ട് ഷേപ്പ് വൈറ്റ് കളറിൽ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു പാറ്റേൺ പേപ്പർ വെച്ചാൽ ഞാൻ ഇത് ചെയ്തെങ്കിൽ എനിക്ക് ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കായിരുന്നു. അപ്പൊ നിങ്ങളെ കയ്യിലും ഇല്ലെങ്കിൽ ഉള്ളതൊക്കെ വെച്ച് ചെയ്ത് ഇതുപോലെയൊക്കെ അങ്ങ് ചെയ്താൽ മതി. അപ്പൊ പണി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പൊ ഇതിലേക്ക് എന്തെങ്കിലും വെച്ചു വെക്കാം. അയ്യോ, നമ്മുടെ അലമാരിക്കകത്ത് എന്തോ ഒരു സാധനം ഇരിപ്പുണ്ടല്ലോ. അപ്പൊ ഇത് എന്താ നോക്കണ്ടേ? ഇതൊരു സീക്രട്ട് നോട്ടാന്ന് തോന്നുന്നു. എനിക്കുള്ളതായിരിക്കോ അതോ നിങ്ങൾക്കുള്ളതായിരിക്കോ? അപ്പൊ ഇത് നിങ്ങൾക്കുള്ള തന്നെയാണ് നമ്മുടെ ഗിവ് അവേന്റെ റിസൾട്ട്. അപ്പൊ ഇതില് ആരെ പേരായിരിക്കും ഉണ്ടാവുക? കൊറേ ഞാൻ നോക്കി അനലൈസ് ചെയ്ത് ആറ്റി കുറുക്കി എടുത്ത് ഒരാള് സെലക്ട് ചെയ്തതാണ്. അപ്പൊ ആരാ നമ്മുടെ വിന്നർ എന്നറിയണ്ടേ? ഇതാ ഇയാളാണ് നമ്മുടെ വിന്നർ. അപ്പൊ നമ്മുടെ ഗിവ് അവേ വിന്നർക്ക് കൺഗ്രാചുലേഷൻസ്. അപ്പോ വിന്നർ ആവാത്തവർ ഡോണ്ട് വെറി, ഗിവ് അവേസ് ഇനിയും വരും. അപ്പൊ നമ്മുടെ വിന്നർ ആയിട്ടുള്ള ഇയാൾ എന്ത് ചെയ്യണം? നമ്മുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഇൻസ്റ്റാഗ്രാം ID കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് വഴി കോണ്ടാക്ട് ചെയ്യുക. അപ്പൊ നമ്മുടെ ഈ കുഞ്ഞലമാര അല്ലെങ്കിൽ ഓർഗനൈസർ നിങ്ങൾക്ക് ഇഷ്ടമായോ? പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത്, താങ്ക് യു ടു ഓൾ മൈ സബ്സ്ക്രൈബേഴ്സ് ആൻഡ് വ്യൂവേഴ്സ്.